ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ നീറ്റ് റിസൾട്ട് എന്തായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസാണ് ഇപ്പോൾ നീറ്റ് 2024 ടാഗ് ലൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള എൻ്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാനും എൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യാനും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കോർ വന്നത് എൻ്റെ അതേ എക്സ്പെക്റ്റഡ് സ്കോർ തന്നെയാണ്. അതായത് നമ്മുടെ പ്രൊവിഷണൽ കീ വന്നപ്പോൾ എൻ്റെ സ്കോർ 677 ആയിരുന്നു. പിന്നെ അതിൽ ചേഞ്ച് വന്ന്, അതായത് 2 ഓപ്ഷൻസും കറക്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നുള്ള രീതിയിൽ വന്നപ്പോൾ 5 മാർക്കും കൂടെ കൂടിയിട്ട് 682 ആയിരുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സ്കോർ. ആ സ്കോർ തന്നെയാണ് എനിക്ക് റിസൾട്ടിലും വന്നത്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 7596 ആണ്. പിന്നെ എൻ്റെ റിസൾട്ടിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചൊരു മാർക്ക് തന്നെ എനിക്ക് കിട്ടി. പിന്നെ അതേപോലെ തന്നെ റാങ്ക് കുറച്ച് അത്യാവശ്യം പിന്നിലേക്ക് പോകുമെന്ന്, അതായത് പ്രീവിയസ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുറകിലേക്ക് പോകുമെന്ന് നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റഡ് ആയിരുന്നു. കാരണം അത്രത്തോളം കട്ട് ഓഫ് ഒക്കെ ഉയരും എന്നുള്ളൊരു അസംഷൻ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും 7000 പോയതുകൊണ്ട് തോന്നിയില്ല. അപ്പം അതാണ് എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ അതിന് ശേഷം ഒരുപാട്, അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞ് ഒത്തിരി ഇഷ്യൂസാണ് വന്നത്. ഗ്രേസ് മാർക്ക്, പിന്നെ പേപ്പർ ലീക്കേജ്, അസെൻഡിങ്, അതായത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ ഒത്തിരി മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടു. അതിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഡിസിഷൻ NTA എടുത്തത് ആ കംപ്ലീറ്റ് എക്സാമിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയെ നശിപ്പിക്കുന്നൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കോമ്പറ്റിറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതിനകത്ത് ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിൽ ഒരിക്കലും ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നൊരു കമ്പണൻറ്റ് ഇതുവരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ടൈം ലോസ് സംഭവിച്ചാൽ നമ്മൾ കേസിന് പോയാൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട് എന്ന് പോലും നമ്മൾ റിസൾട്ടിന് ശേഷമാണ് അറിയുന്നത്. അവർ പറയുന്നത് 1563 പേർക്കാണ് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. അതവർ പറയുന്നത് വിശ്വസിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്രയും പേർക്കാണ് കൊടുത്തതായിട്ട് പറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഫ്യൂ മാർക്സ്, 1-2 മാർക്കൊക്കെ ആയിരിക്കും ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന്. പിന്നെ പല സോഴ്സിലൂടെയും നമ്മൾ കണ്ട പോലെ പിന്നെ മനസ്സിലായി ഒരു 100-150 മാർക്കോളം വരെയൊക്കെയാണ് ഗ്രേസ് മാർക്കായിട്ട് അവാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 100 മാർക്ക് എന്ന് പറയുമ്പം എത്രയോ ലക്ഷങ്ങൾ പിന്നിലേക്കാണ് റാങ്ക് പോകുന്നത്. അപ്പം അത്രയും ഒരു അഡ്വാൻറ്റേജ് ഗ്രേസ് മാർക്ക് കൊണ്ട് ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊട്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ആ കാര്യത്തിൽ NTA ചെയ്തത് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി റീനീറ്റ് അല്ലെങ്കിൽ 23rd അവർക്ക് എക്സാം വെച്ചിട്ടുണ്ട്. 30th റിവൈസ്ഡ് റിസൾട്ടും വരും എന്നാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ അറിയുന്ന കാര്യം. പിന്നെ റീനീറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. മെജോറിറ്റി ആളുകളും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ റീനീറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതെനിക്ക് നല്ല സ്കോർ കിട്ടിയത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ ആണെന്നും പറയേണ്ടി വരും. കാരണം അത് വെറുതെ കിട്ടിയൊരു സ്കോറല്ല. ഞാൻ ഒരു സൂപ്പർ റിപ്പീറ്ററാണ്. 3 വർഷം റിപ്പീറ്റ് ചെയ്ത് കിട്ടിയൊരു സ്കോറാണ് 682 എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞാൻ ബോർഡർ ലൈൻ മാർക്സ് ആയിരുന്നു, 609 മാർക്കായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് നാളുകൾ തന്നെ ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇപ്പോൾ ഈ ഒരു സ്കോറിലേക്ക് എത്തിയതാണ്. അപ്പം അത് വീണ്ടും ഒരു റീ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അത് പലരും പറയുന്നു, അത്യാവശ്യം ജെനുവനായിട്ട് എഴുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ റീനീറ്റിനെ എന്തിനാണ് ഭയക്കുന്നതെന്ന്. അതൊരു ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെയുള്ള ഒരു കമൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നീറ്റിന് അത്യാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്കറിയാം എത്രത്തോളം ഇൻപുട്ട് നമ്മൾ അതിനകത്ത് ഇട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷനും എപ്പോഴും എക്സാം എഴുതി അതിൻ്റെ ഒരു പീക്ക് എത്തുമ്പോഴാണ് നമ്മൾ May 5th പോയി എക്സാം എഴുതിയത്. അപ്പം അത് വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം അതിനകത്ത് പഠിക്കുക എന്നുള്ളതിനേക്കാളും ഒരുപാട് മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ
എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും അങ്ങനെ തന്നെയാണ്. പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരുപാട് പ്രഷേഴ്സ് നമുക്ക് തോന്നും, മനസ്സിൽ ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിലൂടെ വീണ്ടും ജെന്യുവൻ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും വീണ്ടും അതിലൂടെയൊക്കെ കടന്നു പോകാന്ന് പറയുന്നത്. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ജെന്യുവനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ മാർക്കാണ്. വീണ്ടും അത് ഒരു റീ എക്സാം നടത്തി കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള സംശയം തന്നെയാണ്. കാരണം ഇതാണ്, നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നു എക്സാം കഴിഞ്ഞിട്ട്, 1.5 മാസത്തോളം കഴിഞ്ഞു. ഇനിയും അതൊക്കെ റീകോൾ ചെയ്തെടുക്കുക മേ ബി പറ്റുമായിരിക്കാം, പക്ഷേ അതിന് കുറച്ച് ടൈം വേണം. ഇനി അഥവാ ഒരു എക്സാം നടത്തിയാൽ തന്നെ അതിനധികം ടൈമൊന്നും എന്തായാലും തരാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഓർമ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നീറ്റ് എക്സാമിൽ നമ്മുടെ മെമ്മറി പവർ നന്നായിട്ട് വേണം. അതെല്ലാവർക്കും ഒരുപോലെ അല്ല. പിന്നെ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഇപ്പം മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക. ചിലർ നന്നായിട്ട് മറന്നു പോയിട്ടുണ്ടാവും, ചിലർക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും, ഒന്ന് ബ്രഷപ്പ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ചിലർക്കത് പറ്റില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെല്ലാവർക്കും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഓരോരുത്തരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇത്രയും നാളത്തെ ഒരു പീരീഡിൽ, അല്ലെങ്കിൽ 1 വർഷം എന്നുള്ളൊരു പീരീഡിൽ കോച്ചിങ് എടുത്ത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എക്സാം പോയി എഴുതിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പിൽ എല്ലാവർക്കും ഒരേപോലെ അത് ടാക്കിൾ ചെയ്ത് മുന്നിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ റീനീറ്റിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണോ അതിൽ ഇൻവോൾവ് ആയത് അവരെ പണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡീബാർ ചെയ്യുക എന്നുള്ളൊരു സ്റ്റെപ്പായിരിക്കും കൂടുതൽ ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളവർ അല്ലെങ്കിൽ ചെയ്തൊരു മിസ്റ്റേക്കിന് എല്ലാവരും കൂടെ സഫർ ചെയ്യേണ്ടത് അല്ലല്ലോ ഒരു ഫെയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ 24 lakh സ്റ്റുഡൻസ് എഴുതിയതിൽ ഒരു ചെറിയൊരു ശതമാനം കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത്രയും പേരാണ് ഒരു ഗവൺമെൻറ് സീറ്റ് അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനേക്കാൾ ഒത്തിരി വലിയൊരു ഗ്രൂപ്പാണ് ഇപ്പുറത്തുള്ളത്, അല്ലെങ്കിൽ കിട്ടാത്തത്, അല്ലെങ്കിൽ ലോ സ്കോറോ അങ്ങനെ അഡ്മിഷൻ ചാൻസസ് കുറവുള്ള ആളുകളുടെ പ്രൊപ്പോർഷനാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവരുടെ വോയിസ് ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, റീനീറ്റ് വേണം എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പുറത്ത് കാണാതെ പോയി കിടക്കുന്നൊരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, നന്നായിട്ട് ജെന്യുവനായിട്ട് വർക്ക് ചെയ്ത് നല്ല മാർക്കിലേക്ക് എത്തിപ്പെട്ടവർ. അപ്പോൾ ഇത്രയും വലിയ വോയിസ് അപ്പുറത്ത് കിടന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് വിചാരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത്, ഈ കട്ട് ഓഫ് ഇത്രയും ഉയരാനുള്ള റീസൺ ഈ നീറ്റ് സ്കാം ആണെന്നുള്ളത്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. എത്ര സ്കാം ഇല്ലായിരുന്നുവെങ്കിലും കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരുമായിരുന്നു, ഈ ലെവലിലേക്ക് തന്നെ ഉയരുമായിരുന്നു. കാരണം അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഒന്നാമത് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികളുടെ എണ്ണം കൂടുകയാണ്, അതേപോലെ കോമ്പറ്റീഷൻ കൂടുകയാണ്, ഓപ്പർച്യൂണിറ്റീസും കൂടുകയാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ കുട്ടികൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ അല്ലെങ്കിൽ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോച്ചിങ് ഒക്കെ എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, ഫ്രീ ആയിട്ട് എല്ലാവർക്കും കോച്ചിങ് ക്ലാസ്സസും കുഞ്ഞിലേ തന്നെ അല്ലെങ്കിൽ 8th തൊട്ടേ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിപ്പം ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ കിട്ടുന്നൊരു സിനേറിയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ കോമ്പീറ്റൻ്റ് ആയിട്ട് വരുന്നു. അതതിൽ റിഫ്ലക്റ്റ് ചെയ്യും, റിസൾട്ടിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുന്നത്. നല്ല കഴിവുള്ള അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് മുന്നോട്ടേക്ക് വരാനുള്ള ചാൻസസ് ഇപ്പം ഒരുപാട് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്കോറിലേക്ക് അധികം കുട്ടികൾ വരാനുള്ള റീസൺ. പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടിയതുപോലെ തന്നെ പറയാനുള്ള കാര്യമാണ് പേപ്പറിൻ്റെ ലെവലിൽ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തോട് ഏകദേശം സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കൊല്ലം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയായിരുന്നു നീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതേപോലെ തന്നെ. പക്ഷേ ഇപ്രാവശ്യം കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ വളരെ കുറവായിരുന്നു, ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കൊല്ലം ഇതേ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നെങ്കിലും അതിനകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സില്ലി മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസസ് വളരെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.
പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. ബയോളജിയൊക്കെ ആണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് നമുക്ക് തെറ്റിക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ലാത്ത രീതിയിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. കെമിസ്ട്രി അതേപോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇതാണോ അതാണോ എന്ന് കൺഫ്യൂഷൻ ഓപ്ഷൻസിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള കുട്ടികൾ മിസ്റ്റേക്സ് വരുത്തും, മാർക്ക് കുറയും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്കോപ്പ് തന്നെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത്. അതേപോലെ തന്നെ നല്ല കോച്ചിങ്ങും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നേരത്തെ തൊട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് വർക്കും ചെയ്യുന്നുണ്ട് കുട്ടികൾ. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു ഹ്യൂജ് റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് കാണുന്നത്. പക്ഷേ അത് പലരും അറിയാവുന്നവർ പോലും അതുമ്പോൾ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്, വീണ്ടും റീനീറ്റിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രില്യൻറ്റിനെ ഒരുപാട് പേര് അവരുടെ റിസൾട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കമൻസും ഒക്കെ ഞാൻ കുറേ കണ്ടു. അതൊക്കെ ബ്രില്യൻറ്റിൽ പഠിച്ച ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, അവിടുത്തെ കുട്ടികളുടെ ക്വാളിറ്റി നന്നായിട്ട് അറിയുന്നത് കൊണ്ടും പറയുകയാണ്. ഞാനവിടെ 3 വർഷം റിപ്പീറ്റ് ചെയ്തതും അവിടെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെയും ആണെങ്കിലും അവിടുത്തെ കാര്യങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം ഈ വർഷം തന്നെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ പറയാറുണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലത്തേക്കാളും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സിമിലർ ലെവൽ ഓഫ് എക്സാമിന് കഴിഞ്ഞ കൊല്ലം കിട്ടിയൊരു മാർക്കിൻ്റെ റാങ്കും ഇപ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്ന റാങ്കും അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ലൊരു സ്കോറിലേക്ക് എത്തിയാൽ പോലും ഒരു 1300 അല്ലെങ്കിൽ അതിനപ്പുറമായിരിക്കും നമ്മുടെ റാങ്ക് മോഡൽ എക്സാംസിന് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുന്നത്. 670 ഒക്കെ കിട്ടിയാലും 1000 മുകളിൽ 1300 മുകളിൽ തന്നെയായിരുന്നു നമുക്ക് റാങ്ക് മോഡൽ എക്സാംസ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. അതിലും എളുപ്പമായിരുന്നു നമുക്ക് നീറ്റ്. അപ്പോൾ അത്രയും കുട്ടികൾ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് വളരെ കോമൺ സെൻസിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അത് പക്ഷേ അവിടെ ഉള്ളവർക്കും അവിടെ പഠിച്ചവർക്കും അവരുടെ പേരൻസിനും നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ഈ ബ്രില്യൻറ്റിനെ ചോദ്യം ചെയ്ത് പറയുക, അല്ലെങ്കിൽ അവരുടെ റിസൾട്ടിനെ സംശയിച്ച് 4 ടോപ്പേഴ്സൊക്കെ വന്നതിൽ സംശയിക്കുന്നവർ കൂടുതലും മേ ബി അവിടെ പഠിക്കാത്തവരോ അവരെ പറ്റി കൂടുതൽ അറിയാത്തവരോ അവിടുത്തെ എക്സാംസിനെ പറ്റി അറിയാത്തവരോ ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് എന്തായാലും അങ്ങനെ തോന്നുള്ളൂ, അതായത് പെട്ടെന്ന് ഉണ്ടായ റിസൾട്ടാണ് എന്നൊക്കെ. അപ്പം എൻ്റെ ഒരു ഇതിലെന്താണെന്ന് വെച്ചാൽ 4 പേര് തന്നെ കുറവാണെന്നാണ്. കാരണം ഇതേപോലൊരു സിമിലർ ലെവൽ അല്ലെങ്കിൽ നീറ്റിൻ്റെ ലെവൽ എക്സാംസിന് ബ്രില്യൻറ്റിൽ 720 വാങ്ങിയവരുടെ എണ്ണം ഇതൊന്നും അല്ല, 4 അല്ല, ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇതിൽ കൂടുതൽ ബ്രില്യൻറ്റിൽ നിന്ന് ഉണ്ടാവുമായിരിക്കും എന്നുള്ളതാണ് എക്സാം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ അതൊരു വലിയൊരു കോൺട്രവേഴ്സി. നല്ല മാർക്ക് ജെന്യുവനായിട്ട് വാങ്ങിയവർ പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അവർക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബുദ്ധിമുട്ട് കൂടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സ്കോർ വാങ്ങിയതിന് ശേഷവും ഇങ്ങനെ ഒരു അലിഗേഷൻസ് കേൾക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ശരിയാണ്, നമുക്ക് അറിയില്ല എത്രത്തോളം ജെന്യുവനായിട്ട് കയറിയവർ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുത്ത് അവരെ പണിഷ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലാതെ എല്ലാവരെയും കൂടെ വീണ്ടും ഒരു റീ എക്സാമിലേക്കൊക്കെ തള്ളിവിടുന്നത് ഭയങ്കര ഒരു ക്രൂവലായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും. എന്തായാലും ജൂലൈ 8 നമ്മുടെ സുപ്രീം കോടതിയുടെ അടുത്ത ഹിയറിംഗ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എക്സാം റദ്ദാക്കില്ല എന്നുള്ള രീതിയിൽ. അതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഒരു സംഭവം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും സുപ്രീം കോർട്ടിൻ്റെ വേർഡിക്റ്റ് വരണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പേപ്പർ ലീക്കേജിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഫേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇപ്പം നല്ല സ്കോർ കിട്ടിയവരാണെങ്കിലും ഇപ്പോൾ ടെൻഷനിലാണ്. ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ഒരു ഫേസ് അനുഭവിച്ചൊരു ആളാണ് കഴിഞ്ഞ വർഷമൊക്കെ. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, ഒരുപാട് പേര് ഒരു കട്ട് ഓഫ് ഒരുപാടായത് ഈ ഒരു റീസൺ കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞ് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തവർ പോലും അങ്ങനെ പറഞ്ഞ് അറിയാത്തവർക്ക് പോലും അങ്ങനൊരു കോൺസെപ്ഷൻ മനസ്സിൽ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു ഫീൽഡിലുള്ള അല്ലെങ്കിൽ നന്നായിട്ട് അത്യാവശ്യം ഒരു
പഠിച്ച ഒരു കോച്ചിങ് കിട്ടിയ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കട്ട് ഓഫ് ഉയരാനുള്ള റീസൺ ഇതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഈ സ്കാം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ എന്തായാലും നമ്മൾ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യണം, അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം. അല്ലാതെ റീനീറ്റ് എന്നുള്ളൊരു ആണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ വീഡിയോയുടെ താഴെ എങ്ങനത്തെ കമൻസാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി റീനീറ്റ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മേ ബി ഇത് കുറച്ച് ഇതായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആരെയും ഹേർട്ട് ചെയ്യാനുള്ള രീതിയിലോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ വോയിസ് താഴ്ന്നു പോവുകയാണ്. കാരണം അപ്പുറത്ത് ഇത്രയും 23 ലാക്കോളം കുട്ടികൾ അതിനു വേണ്ടി ഡിമാൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു പറയുന്നത് ഒബ്വിയസ്ലി കുറഞ്ഞു പോകും. അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്, ഒരു ചാൻസ് കൂടെ കിട്ടുന്ന പോലെ അപ്പോൾ അതിനെ അല്ലേ ഒരു സപ്പോർട്ട് ചെയ്യുള്ളൂ. അതും സ്വാഭാവികമായിട്ടും അവരും അങ്ങനെ ചെയ്യും. നമുക്ക് അതിലും ഒന്നും പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു കാര്യത്തിൽ റീനീറ്റ് വേണോ, എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഈ പുതിയ വീഡിയോസ് എന്ത് വേണം എന്നുള്ള സജഷൻസൊക്കെ താഴെ കമൻറ്റിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.